മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നതിന് കെൽപ്പുള്ള രീതിയിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രായോഗികമായിട്ടുള്ള അറിവുകൾ ആർജിക്കുന്നതിനും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദായകരായും തൊഴിൽ സൃഷ്ടാക്കളായുമെല്ലാം ഈ വിദ്യാർത്ഥികളും യുവജനങ്ങളും മാറുന്നതിനുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ സാക്ഷരത, സംരംഭകത്വം, സുസ്ഥിരത, ജനാധിപത്യം, പൗരബോധം, ജെൻഡർ അവബോധം, സമഭാവന, മതനിരപേക്ഷത, ശാസ്ത്രബോധം, ഭരണഘടനാ അവബോധം എന്നിവയുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ സഹായകരമായ ഉള്ളടക്കമാണ് ഈ പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അതുപോലെ സാമൂഹ്യമായിട്ടുള്ള പിന്നിലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പകരം അവരെ ഡ്രോപ്പ് ഔട്ട്സാക്കി മാറ്റുന്ന നിലയിലുള്ള ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേരളം ഇവിടെ തുടരുന്നില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതായത് 1-ാം വർഷവും 2-ാം വർഷവും എക്സിറ്റ് ഓപ്ഷൻ നൽകുന്ന വിധത്തിലുള്ള സമീപനം നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. 3-ാം വർഷമാണ് എക്സിറ്റ് ഓപ്ഷൻ നൽകുന്നത്. നിലവിലുള്ള ബിരുദ പഠനത്തിൽ എന്ന പോലെ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് ആർജിച്ചാൽ ബിരുദം നേടി പഠിതാവിന് കോളേജിൽ നിന്ന് പോകാവുന്നതാണ്. തുടർന്ന് കൂടുതൽ ആഴത്തിൽ ഗവേഷണാത്മകമായ പ്രവർത്തനവും പ്രവൃത്യുന്മുഖമായ പഠനവും തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷം തുടരുകയും 177 ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം ലഭിക്കുകയും ചെയ്യും. 4 വർഷ ബിരുദ പരിപാടിയിലെ സാമൂഹിക കാഴ്ചപ്പാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനങ്ങളിലൊന്നാണ് അവർക്ക് സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലുള്ള ആവശ്യമുള്ള വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രം സമഗ്ര വിദ്യാഭ്യാസം നൽകുകയും മറ്റ് ഭൂരിപക്ഷത്തെയും തൊഴിൽക്ഷമതയുടെ പേരിൽ സ്കില്ല് മാത്രം നൽകി കമ്പോളത്തിലെ തൊഴിൽ സേനയുടെ ഭാഗമാക്കി മാത്രം മാറ്റുകയും ചെയ്യുക എന്നുള്ള ആശയത്തെ നാം പിന്തുടരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് 3-ാം വർഷം എക്സിറ്റ് എന്നുള്ള ആ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് 4-ാം വർഷത്തെ ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റുള്ള ഓണേഴ്സ് ബിരുദം നേടാനും കൂടുതൽ റീസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓണേഴ്സ് വിത്ത് റീസർച്ച് ബിരുദം നേടാനും കഴിയുന്ന വിധത്തിലാണ് ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഘടന. അതുപോലെ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൂർണ്ണമായും ക്രെഡിറ്റ് അടിസ്ഥാനമാക്കി ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തം അഭിരുചികളും ലക്ഷ്യങ്ങളും അനുസരിച്ച് അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മാറിയ സാഹചര്യത്തിൽ കൂടുകയാണ്. സെൽഫ് ലേണിങ്ങിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ്. അതുപോലെ കോഴ്സുകളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും നല്ല നിലയിൽ അനുവദിക്കുന്ന സ്ഥിതിയിലാണ് ബിരുദ കോഴ്സുകളുടെ ആ രൂപം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതും അനുവദിക്കുകയാണ്. അതും വലിയ സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും നൽകുന്ന ഒരു കാര്യമാണ്. മറ്റ് കലാലയങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും കോഴ്സ് സ്വീകരിച്ച് ക്രെഡിറ്റ് ആർജിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്.
ഇൻ്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് സുപ്രധാനമായൊരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള പ്രശസ്തങ്ങളായിട്ടുള്ള സർവകലാശാലകൾ 4 വർഷ ബിരുദ ഘടനയാണ് പിന്തുടരുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന സാഹചര്യങ്ങൾക്കോ അതല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി തന്നെയോ ഇതര രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ള നിലയിൽ ഈ 4 ഇയർ കോഴ്സ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കരിക്കുലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നതുൾപ്പെടെയുള്ള ഇതിനായി നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള കരട് ചട്ടക്കൂട് അധ്യാപകരുടെയും സർവകലാശാലകളുടെ പ്രതിനിധികളുടെയും വിദ്യാർത്ഥികളുടെയും ദ്വിദിന ശില്പശാലയിൽ വച്ച് വിസ്തരിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി 2023 ഏപ്രിൽ അവസാനം മാതൃകാ കരിക്കുലം തയ്യാറാക്കപ്പെട്ടു. അത് തുടർന്ന് എല്ലാ സർവകലാശാലകൾക്കും ലഭ്യമായി. തുടർന്ന് മെയ് മാസത്തിൽ സർവകലാശാലകളുടെ യോഗം വിളിച്ചു ചേർത്ത് മാതൃകാ കരിക്കുലം അടിസ്ഥാനപ്പെടുത്തി സർവകലാശാലാ തലത്തിലെ കരിക്കുലം പരിഷ്കരണ നടപടികൾ വളരെ വേഗതയിലാക്കി. 2023 ജൂണിൽ എല്ലാ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കെടുത്ത യോഗങ്ങളിൽ ഈ പുതിയ കരിക്കുലം ചർച്ച ചെയ്തു. സർവകലാശാല അക്കാദമിക് സമൂഹം ആ ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുത്തു. പുതിയ കരിക്കുലം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാതൃകാ റെഗുലേഷൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കി 23 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സർവകലാശാലകൾക്ക് കൈമാറി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കരിക്കുലം, റെഗുലേഷൻ, സിലബസ് പരിഷ്കരണം, മൂല്യനിർണ്ണയ പരിഷ്കരണം ഇതിനൊക്കെയുള്ള പരിശീലനം ഇതെല്ലാം സർവകലാശാലകളിൽ നൽകി. 2023 ഡിസംബർ മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദത്തെ കുറിച്ചുള്ള പരിശീലനം നൽകി. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഒപ്പം ബോർഡ് ഓഫ് സ്റ്റഡീസ് സംഘങ്ങൾക്കും കോളേജുകൾക്കും സർവകലാശാലകൾ പരിശീലന പരിപാടികൾ നടത്തി. തുടർന്നാണ് സർവകലാശാലകളെ 4 വർഷ ബിരുദം നടപ്പിലാക്കാൻ സജ്ജമാക്കിയത്. 2024 മെയ് ജൂൺ മാസങ്ങളിൽ വീണ്ടും എല്ലാ സർവകലാശാലകളിലും ഇത്തരം യോഗങ്ങൾ നടന്നു. ഈ വർഷം 4 വർഷ ബിരുദം നടപ്പാക്കാൻ സ്ഥാപന തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ പ്രിൻസിപ്പൽമാരുമായിട്ടും 4 വർഷ ബിരുദ കോർഡിനേറ്റർമാരുമായിട്ടും വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ജോലിഭാരം, തസ്തിക എന്നിവയുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് കേരളം 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്. പുതിയ പാഠ്യപദ്ധതിയിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിലാണ് എന്നുള്ള ഉറപ്പ് നൽകാനായിട്ട് സർക്കാർ ആഗ്രഹിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നൈപുണ്യ വിടവ്, സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല വ്യവസായ സംബന്ധിയായ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും എല്ലാ തലങ്ങളിലും നൈപുണ്യത്തെ സമന്വയിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിംഗ് കേന്ദ്രങ്ങൾ സ്വയം പര്യാപ്ത രീതിയിൽ ആരംഭിക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉത്തരവിൻ്റെ രൂപത്തിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് കരിയർ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആരംഭിക്കുകയാണ്. 4 വർഷ ബിരുദ കോഴ്സിന് ജൂലൈ 1 തുടക്കമാവുക. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം വനിതാ കോളേജിലാണ് ഉദ്ഘാടനം നടക്കുക. ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയായിരുന്നു തത്സമയം.